ഓക്കെ, ഇനി നമ്മുടെ പാർട്ട് 3 ആണ്, ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന വേറൊന്നുമല്ല, ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോഡാണ്. നമുക്ക് നേരത്തെ അപ്രൂവ് ചെയ്തൊരു ലോഡ് ഉണ്ടാവും. അതിനപ്പുറം ഉള്ള ഒരു അഡീഷണൽ ടെമ്പററിയോ പെർമനൻറ്റോ സാധനങ്ങൾ നമ്മൾ അതിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ പാടില്ല. പക്ഷേ അതിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഇതെല്ലാം നമ്മൾ അസർട്ടൈൻ ചെയ്തതിന് ശേഷം അവിടുത്തെ എർത്തിങ് എല്ലാം ഓക്കെ ആണോ എന്നുള്ളത് ഖരാമ അപ്രൂവൽ ആയിട്ടില്ല, പ്രപ്പോസൽ ചെയ്ത് അപ്രൂവൽ ആക്കിയതിന് ശേഷം അതിൻ്റെ ഇൻസ്പെക്ഷൻസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ചാർജ് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു കേസാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. നമ്മൾ ടെമ്പററി കൺസ്ട്രക്ഷൻ വർക്കിന് എടുക്കുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് അവരുടെ നിന്ന് അപ്രൂവൽസ് മേടിച്ചതിന് ശേഷം മിനിമം സേഫ്റ്റി സ്റ്റാൻഡേർഡ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാമെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അവർ അപ്രൂവൽ തരുള്ളൂ. അപ്പോൾ ആ ഒരു കേസാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ എവറി ടെമ്പററി മറ്റേ ഇൻസ്റ്റലേഷൻസ് ആണെങ്കിലും അതിന് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള പേഴ്സൺ അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരായിരിക്കണം അത് ചെയ്യേണ്ടത്. മീൻസ് അത് ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കാനും പറ്റില്ല, അവരുടെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം. അതിൻ്റെ യൂസിനും ഓൾട്ടർനേഷൻസ് എന്ത് ചെയ്യണമെങ്കിലും അവരുടെ ആൾക്കാർ വേണം. അപ്പോൾ അയാളുടെ അവിടുത്തെ ഇൻചാർജിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യണം. ആ മെയിൻ സ്വിച്ചിൻ്റെ അവിടെയൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ അവിടുത്തെ ടെമ്പററി കണക്ഷൻ വിച്ഛേദിക്കാനുള്ള അധികാരം ഖരാമ അവരുടെ അധികാരികൾക്ക് ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഏത് എക്യുപ്മെൻറ്റ് വയ്ക്കുമ്പോഴും, ഇപ്പോൾ ചില്ലർ പ്ലാന്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും പല പ്രശ്നങ്ങൾ വരാം. അതായത് ട്രാൻസിയൻറ്റ് വോൾട്ടേജ്, റാപ്പിഡ് ഫ്ലക്ച്വേറ്റിംഗ് ലോഡായിട്ട് വരാം. മീൻസ് ഇതൊക്കെ പെട്ടെന്ന് ലോഡുകൾ മാറുന്ന സാധനങ്ങൾ. സ്റ്റാർട്ടിങ് കറണ്ട് കൂടാം, ഹാർമോണിക്സിൻ്റെ ഇഷ്യൂസ് വരാം, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, ഡി സിയുടെ ഫീഡ്ബാക്ക്, ഹൈ ഫ്രീക്വൻസി ഓസിലേഷൻസ്, എർത്ത് ലീക്കേജ്, അങ്ങനെ പല സാധനങ്ങളും ഇതിൻ്റെ അകത്ത് വരാം. അതുകൂടാതെ അഡീഷണലായിട്ട് എർത്തുമായിട്ടുള്ള കണക്ഷൻസൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അഡീഷണൽ ഒരു എക്യുപ്മെൻ്റ് ഇതിലേക്ക് അല്ലെങ്കിൽ ഒരു ലോഡ് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു അനുവാദം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് ഖരാമയായിട്ട് ഉള്ള കൺസൾട്ടിങ്ങിന് ശേഷം മാത്രമാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഹൈ സ്റ്റാർട്ടിങ് കറണ്ടൊക്കെ ഉള്ള കേസുകളുണ്ട്. ഇപ്പോൾ ചില്ലർ പ്ലാന്റ്സിനൊക്കെ ഹാർമോണിക്സിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ സമ്മതിക്കുള്ളൂ. പിന്നെ ലൈറ്റിങ്ങിൻ്റെ, അതായത് ഡിസ്ചാർജ് ലൈറ്റിങ്, ഇപ്പോൾ കോൾഡ് കാത്തഡ് പോലത്തെ ലൈറ്റിങ്സൊക്കെ ഖരാമയിൽ നിന്ന് അപ്രൂവൽ എടുത്തതിന് ശേഷം മാത്രമാണ് വയ്ക്കാൻ പാടുള്ളൂ എന്നുള്ള കേസ് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഓരോ ഇൻസ്റ്റലേഷൻ്റെ എത്രത്തോളം ആളുകൊണ്ടാണ് മെയിൻ്റെനൻസ് ചെയ്യേണ്ടി വരുന്നത്, പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പുറത്തുനിന്ന് ഇതുമായിട്ടുള്ള കോമ്പിറ്റൻറ്റ് പേഴ്സൺ ആയിട്ടുള്ള കൺസൾട്ടേഷൻസ് ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യേണ്ടതാണെന്നാണ് പറയുന്നത്. അതായത് ഇത് സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള നമ്മൾ ഇൻസ്റ്റലേഷൻസ് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പറ്റുന്ന രീതിയിലുള്ള എല്ലാം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഉള്ളടക്കം പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. നമ്മളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതിൽ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എത്തുന്നത് ലോ വോൾട്ടേജ് സ്വിച്ച് റൂംസ്, മെയിൻ ലോ വോൾട്ടേജ് സ്വിച്ച് റൂംസ്. അതായത് നമ്മുടെ പാനലിരിക്കുന്ന റൂമാണ് ഈ ലോ വോൾട്ടേജ് സ്വിച്ച് റൂം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എയർ കണ്ടീഷനിങ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഫസ്റ്റ് പറയുന്നത്. ഡക്റ്റൊക്കെ യൂസ് ചെയ്ത് സെൻട്രൈസ് സിസ്റ്റം ആണെങ്കിൽ എയർ കണ്ടീഷൻ ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് വാൾ മൗണ്ടഡോ ഏത് ടൈപ്പാണ് എയർ കണ്ടീഷനിങ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അതിൻ്റെ എയർ കണ്ടീഷൻ ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 35 ഡിഗ്രിയാണ് മാക്സിമം അവിടുത്തെ റൂം ടെമ്പറേച്ചർ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ ഇൻഡിവിജ്വലായിട്ടുള്ള എ സി ആണ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മെയിൻ്റെനൻസ് റെഗുലർ ഇൻ്റർവൽസ് ചെയ്യുന്ന കേസും പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഫെയിലിയർ ഒരിക്കലും വരാൻ പാടില്ലാത്ത രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡ് ബൈ യൂണിറ്റും മെയിൻ യൂണിറ്റും വിത്ത് അലാറം, MCC പാനലിൽ മോട്ടോർ കൺട്രോൾ സെൻറ്ററിൽ അലാറം വരുന്ന രീതിയിൽ വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ ചില ഇമ്പോർട്ടൻറ്റ് MDBസിലെല്ലാം നമ്മുടെ ടെമ്പറേച്ചർ സെൻസർ വെച്ച് ലൈറ്റ് ആൻഡ് ഓഡിബിൾ അലാറം വയ്ക്കുന്ന രീതിയിലൊക്കെ ടെമ്പറേച്ചർ റൈസ് 40 ഡിഗ്രി കൂടുതൽ ടെമ്പറേച്ചർ റൈസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അലാറം അടിക്കുന്ന രീതിയിൽ. പിന്നെ അതുകൂടാതെ BMS ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്കുള്ള അല്ല കമ്പ്യൂട്ടറിലേക്ക് അലാറം ചെല്ലുന്ന രീതിയിൽ വയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ ഖരാമ എനർജി കൺസർവേഷൻ ഇൻസ്റ്റലേഷൻ പ്രകാരം വേണം ഈ സ്വിച്ച് റൂംസിൻ്റെ ഇൻസ്റ്റലേഷൻസ് ചെയ്യാമെന്നുള്ള കേസ് പറയുന്നുണ്ട്.
ഈ ഇതിൻ്റെ ഏറ്റവും പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ എയർ കണ്ടീഷനിങ്ങിൻ്റെ വാട്ടർ ഡ്രെയിനേജ് പോലത്തെ സാധനങ്ങൾ ഒരിക്കലും ആ സ്വിച്ച് റൂമിൻ്റെ അകത്ത് കൂടി പാസ് ചെയ്ത് പോകാൻ സമ്മതിക്കില്ല. അത് അവിടെയായാലും നമ്മുടെ കേരളത്തിലായാലും എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പ്ലംബിങ്ങിൻ്റെ പാർട്ടുകളൊന്നും ഇതിൻ്റെ ഇലക്ട്രിക് റൂമിൽ കൂടി പോകാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും ഡേഞ്ചറൊക്കെ വന്നാൽ പണിയാണ്. ഓക്കെ, അപ്പോൾ ഈ റൂമിൻ്റെ ഡിസൈൻ ശരിക്കും ഖത്തർ ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷൻ, അതാണ് ഖരാമ, അവർ കൺസ്ട്രക്ഷന് മുമ്പായിട്ട് തന്നെ അപ്രൂവൽ മേടിച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ സ്വിച്ച് ഗിയറിൻ്റെ എത്രത്തോളം വരും, അതിൻ്റെ പാനൽ എത്രത്തോളം വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ കറക്റ്റായിട്ട് ക്ലിയറൻസ് വേണം പാനലുകളൊക്കെ തമ്മിൽ. അപ്പോൾ ഇത് ക്ലിയറൻസ് കറക്റ്റാക്കാതെ അതിനുള്ള സഫിഷ്യൻറ്റ് റൂമല്ലാതെ നമുക്കൊരിക്കലും ഇവിടെ അപ്രൂവൽസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിൽ ഡിസൈൻ കൺസൾട്ടൻ്റാണ് ഈ ഇതിൻ്റെ സൈസ്, ഡയമെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ സ്കെച്ചൊക്കെ ഉണ്ടാക്കാനും പിന്നെ ഇനി കപ്പാസിറ്റർ ബാങ്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കേസുകൾ പറയാനും, എന്നിട്ട് ആ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്ന ടൈമിലും ഇത് കൃത്യമായിട്ട് അവർ കൊടുക്കേണ്ടതാണെന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലിയറൻസിൻ്റെ ഒരു ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിനിമം ഫ്രണ്ടിലേക്ക്, അതായത് ഒരു മെയിൻ ലോ വോൾട്ടേജ് പാനലുണ്ടെങ്കിൽ അതിന് ഫ്രണ്ടിലേക്കൊരു 1.5 മീറ്റർ ക്ലിയറൻസും ബാക്കിലൊരു 3/4 മീറ്റർ ക്ലിയറൻസും വേണം. ബാക്കിലും സൈഡിലെ വാളിലായിട്ടും പിന്നെ വേറെ പാനലൊക്കെ ഉണ്ടെങ്കിൽ അതായിട്ടും പിന്നെ അതൊക്കെ ആയിട്ട് ഈ 3/4 മീറ്റർ 0.75 മീറ്റർ ക്ലിയറൻസ് വേണം. പിന്നെ നമ്മുടെ കപ്പാസിറ്റി ബാങ്കിലും അതേ 0.75 മീറ്റർ ഓവറോൾ മൊത്തത്തിൽ മിനിമം ഒരു 3/4 മീറ്റർ ക്ലിയറൻസ് മൊത്തത്തിൽ അതിന് ചുറ്റും വേണം എന്നുള്ള കേസാണ് പറയുന്നത്. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്ക് കയറി ഇറങ്ങാൻ പറ്റണം, നോർമൽ എമർജൻസി കണ്ടീഷനിൽ കയറി ഇറങ്ങാൻ പറ്റണം. എക്യുപ്മെൻറ്റ്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻസ് ചെയ്യാൻ പറ്റണം. പിന്നെ ഈ റെഗുലേഷൻസ് പ്രകാരമാണ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ നിയമപ്രകാരമാണ് ചെയ്തേക്കുന്നത്. കേബിൾ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ അതിൻ്റെ എൻട്രി എല്ലാം കറക്റ്റായിരിക്കണം, എർത്തിങ് കറക്റ്റായിരിക്കണം, വെള്ളം കയറാത്ത രീതിയിലായിരിക്കണം. ഇപ്പോൾ ഗ്രൗണ്ട് ബിലോ ഒക്കെ ആണെങ്കിൽ വെള്ളം കയറാത്ത രീതിയിലും, എയർ കണ്ടീഷനിങ്ങും ലൈറ്റിങ്ങും പവറും, ചെറിയൊരു പവറിൻ്റെ കേസ്, അതായത് എന്തെങ്കിലും മെയിൻ്റെനൻസൊക്കെ പവറിൻ്റെ ഒക്കെ ആവശ്യം വന്നാൽ അതിൻ്റെ കേസ്, പിന്നെ ഫയർ അലാമിൻ്റെ കേസുകൾ വേണം, പിന്നെ ഗ്യാസ് സപ്രഷൻ സിസ്റ്റം അതൊക്കെ വേണ്ട പോലെയൊക്കെ ചെയ്യണം. പിന്നെ ഏതെങ്കിലും ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സീൽ ചെയ്ത് സ്യൂട്ടബിൾ മെറ്റീരിയൽ വെച്ചൊക്കെ സീൽ ചെയ്ത് വേണം എന്നുള്ള കേസാണ് ഡിസൈൻ കൺസിഡറേഷനിൽ പറയുന്നത്. ഓക്കെ, ഇനി മെയിൻ ലോ വോൾട്ടേജ് സ്വിച്ച് ഗിയർ അല്ലെങ്കിൽ മെയിൻ ലോ വോൾട്ടേജ് പാനലിൽ വേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഏതാണെങ്കിൽ ക്യൂബിക്യൂൾ കൺസ്ട്രക്ഷൻ ആയിരിക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഖത്തർ ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷന് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്, അവരുടെ അപ്രൂവൽ എടുക്കേണ്ടതാണ്. അതിന് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്സ്, ഫാൾട്ട് ലെവൽ കേപ്പബിലിറ്റീസ്, ഇതെല്ലാം ഇതിനൊക്കെ ചെക്ക് ലിസ്റ്റുകളുണ്ട്. ആക്ച്വലി അത് ഇത് QC ക്വാളിറ്റി കൺട്രോൾ പാർട്ടിൽ വരുന്ന കുറേ ചെക്ക് ലിസ്റ്റുകളുണ്ടാവും. അപ്പോൾ ആ ചെക്ക് ലിസ്റ്റുകൾ പ്രകാരം അത് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് ഇതിൻ്റെ എല്ലാ പാർട്ടും കറക്റ്റാണോ എന്നുള്ളത്. പിന്നെ നമ്മൾ തേർഡ് പാർട്ടി ടെസ്റ്റുകൾ നടത്തും, അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു അതോറിറ്റി. സ്വന്തം മാനുഫാക്ചറിന് ഇപ്പോൾ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ, കാര്യം അവർ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുമെങ്കിലും. അപ്പോൾ നമ്മളൊരു തേർഡ് പാർട്ടി ഇത് കൂട്ടുന്നതിന് വേണ്ടി ഇവരുടെ ഖരാമ അപ്രൂവ്ഡ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. പിന്നെ ഇപ്പോൾ അതിൻ്റെ അകത്ത് സ്വിച്ച് ഗിയേഴ്സിൻ്റെ വേരിയസ് കർവ്സ് ഉണ്ട്, പ്രൊട്ടക്ഷൻ ടൈം ട്രിപ്പിംഗ് കർവും കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഖരാമ അവർക്ക് കൊടുക്കേണ്ടതാണ്. വർക്കിംഗ് ഡ്രോയിങ്സ് സഹിതം കൊടുക്കേണ്ടതാണ്. ഓക്കെ, നമ്മളെന്നിട്ട് ഇവിടെ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ അപ്രൂവലിന് വേണ്ടി ചെയ്യുന്നത്. നമ്മൾ സ്വിച്ച് ഗിയറിന് ഒരു റൂമിൻ്റെ ലേഔട്ട് വരയ്ക്കും, ഇതിലെങ്ങനെയാണ് ആ പാനൽ അറേഞ്ച് ചെയ്യുന്നത്, അതിൻ്റെ ക്യൂബിക്യൂൾസ്, അതിൻ്റെ കേബിൾസിൻ്റെ, അതിൻ്റെ ഡക്റ്റിങ്, കപ്പാസിറ്റർ ബാങ്ക് ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ എല്ലാം ഈ പറഞ്ഞ ക്ലിയറൻസ് എല്ലാം വരുന്ന രീതിയിലാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഡ്രോയിങ്സൊക്കെ നമ്മൾ കൊടുക്കാറുള്ളതാണ്. ഇതൊരു എക്സാമ്പിൾ ഒരു പാനലിൻ്റെ സൈസാണ്. അതിൻ്റെ ഇവിടെ എഴുതിയേക്കണതാണ് ടോട്ടൽ ഹൈറ്റ് ഒരു 2000 mm, അതായത് 2 മീറ്റർ ഹൈറ്റുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ ബെസ്റ്റ് ഡക്റ്റ്, അടിയിൽ ജനറേറ്ററിൻ്റെ ഇൻകമ്മിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് 4 മീറ്ററൊക്കെ വരുന്നുണ്ട്. അതെങ്ങനെയാണ് സ്പ്ലിറ്റപ്പ് ചെയ്തേക്കണതെന്നൊക്കെ കാണാം. ഓരോ ക്യൂബിക്യൂളും ഒരു 600 mm സൈസുള്ള ക്യൂബിക്യൂൾസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിലിങ്ങനെ കാണിച്ചേക്കുന്നത്. ടോട്ടലൊരു നമുക്കൊരു ഫോം 3B എന്ന് പറഞ്ഞ ഫോം എന്താണെന്നുള്ളത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവാത്തവർക്ക്, ഓൾറെഡി വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം. ഓക്കെ, അപ്പോൾ
ഇതിൻ്റെ അകത്ത് കണ്ടോ ACB, ഇവിടെ ACBs ഉണ്ട്, പിന്നെ കുറേ MCCBs ഒക്കെ ഉണ്ട്, അതിൻ്റെ ക്യൂബിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജനറലി ചെയ്യുന്നത്. ഓക്കെ, ഇത് വേറൊരു എക്സാമ്പിൾ, അതിൻ്റെ ടോപ്പ് വ്യൂ എക്സാമ്പിളാണ്. അപ്പോൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിൻ ഇൻകമർ ഇവിടെ വരുന്ന കാണാം. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ബോട്ടം വ്യൂവും ടോപ്പ് വ്യൂവും രണ്ടും കാണിച്ചത്. ടോപ്പിൽ നിന്നുള്ള എൻട്രി, ഇത് ബോട്ടത്തിൽ നിന്ന് കേബിൾസൊക്കെ പോകാമെന്നുള്ള ഒരു വ്യൂ ആണ് അതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെയാണ് ജനറലി ചെയ്യുന്നതെന്നുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ ജനറൽ അറേഞ്ച്മെൻറ്റ് ഡയഗ്രാം എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എസ്പെഷ്യലി ഫോർ ഫ്രഷേഴ്സ് ഇതൊക്കെ ഈ ഡോക്യുമെൻറ്റ്സൊക്കെ നിങ്ങൾക്ക് വളരെ ഉപകരിക്കും.